ഹായ് ഗൈസ്, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നല്ലൊരു ഉണക്കൽ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മാന്തളാണ് എടുത്തിട്ടുള്ളത്. ഉണക്കൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഞാൻ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെ തേങ്ങയാണ്. തേങ്ങയിൽ ഞാൻ അരക്കുന്നതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ഇന്ന് പോയിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ മസാലക്കൂട്ടുകൾ പറഞ്ഞുതരാം. തേങ്ങയിലോട്ട് വെറും മഞ്ഞൾപ്പൊടി മുളകും പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ചെറിയ ഉള്ളിയാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തേക്കുകയാണ്. പിന്നെ ഇതിലേക്ക് പുളിക്കാവശ്യമായുള്ള പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ഥിരം തക്കാളിയും പച്ചമുളകും പിന്നെ ഒരു അരപ്പൊളി വലിയ ഉള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതിലോട്ട് ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പ് നമ്മൾ ഉണക്കലായതുകൊണ്ട് തന്നെ ഉപ്പ് വേണോ എന്തെന്ന് നോക്കിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ കറി നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അതിലോട്ട് നമ്മളെ കറി ഒന്ന് തൂമിച്ചിട്ട് നമുക്ക് ഒഴിക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ്, നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കറിയാണ്. പിന്നെ അതുപോലെ തന്നെ ഉണക്കൽ കറി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അത് തേങ്ങ അരച്ചിട്ടൊക്കെ വെക്കുന്ന ഇവിടെയൊക്കെ എനിക്കും മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ താളിപ്പ് കറി ഞാൻ ഉള്ളിയിലേക്കാണ്ട് ഒഴിച്ച് കൊടുത്തുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ കറി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ബീട്രൂട്ടുണ്ട്, ബീട്രൂട്ട് ഉപ്പേരിയും കൂടെ വെക്കണം കേട്ടോ. അപ്പോൾ ഇനി ബീട്രൂട്ട് ഉപ്പേരി വെക്കുന്നതിലേക്ക് ഞാൻ അതിലോട്ട് സവാള അരമുറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ഇട്ടിട്ട് ചതച്ചതാണ് കേട്ടോ തേങ്ങ. അപ്പോൾ പലരും പല രീതിയിലാണ് ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കുക. ഞങ്ങളിത് അങ്ങനെയാണ് ഇട്ടുണ്ടാക്കാറ്. നല്ല ഇഷ്ടമാണ് മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ കേട്ടോ. അപ്പോൾ ഇനി അതിലോട്ട് കടുകിട്ട് പൊട്ടിച്ച് ഞാൻ നമ്മൾ ബീട്രൂട്ടും സവാളയും തേങ്ങ ചതച്ചതൊക്കെ ഒന്നിച്ചിട്ട് മിക്സ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മൂടി വെച്ച് വേവിച്ച ശേഷമാണ് കേട്ടോ ഇതിപ്പോൾ കാണിക്കുന്നത്. നമുക്കിനി വേറൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. ബീട്രൂട്ട് നല്ല ഹെൽത്തിയാണല്ലോ. ബ്ലഡ് ഇല്ലാത്തവർക്കൊക്കെ നമുക്ക് ബീട്രൂട്ട് ഉപ്പേരി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ ബീട്രൂട്ട് ഉപ്പേരി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് കഴിക്കാം. അപ്പോൾ ഇതാ നല്ല ഉണക്കൽ മാന്തൽ കറി കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങളിതുപോലെ വെക്കാത്തവരൊന്നും ഇതുപോലെ വെച്ച് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് ഉച്ചക്കത്തെ വിഭവം ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.